പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നാളെ ജൂൺ 1 തിങ്കളാഴ്ചയാണ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? നാളെ നമ്മളെ മക്കളുടെ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളെ മക്കൾക്ക് പഠനത്തിൽ നല്ല കഴിവുണ്ടാകാൻ, നമ്മളെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാൻ, നല്ല മാർക്കോടുകൂടെ പരീക്ഷകളിലൊക്കെ പാസ്സാകാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മക്കളുടെ പുരോഗമനത്തിന് വേണ്ടി നാം ഓതേണ്ട ചില ദിക്റുകൾ, പ്രാർത്ഥനകളാണ് പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. പഠിക്കാനുള്ള നല്ല കഴിവ് അള്ളാഹു നമ്മളെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതിവിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നാളെ ജൂൺ 1 തിങ്കളാഴ്ചയാണ്. എന്താണ് നാളെ ദിവസത്തിന്റെ പ്രത്യേകത? നമ്മളെ കേരളത്തിൽ നാളെ നമ്മളെ മക്കളുടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളെ മക്കൾക്ക് നല്ല ബുദ്ധികൂർമ്മതയുണ്ടാകാൻ, പഠിക്കാൻ നല്ല കഴിവുണ്ടാകാൻ, പരീക്ഷകളിലൊക്കെ ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കാൻ ഇപ്പോൾ മുതൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ബുദ്ധികൂർമ്മതക്കും അവർക്ക് നല്ല കഴിവുണ്ടാകാനും ഉന്മേഷമുണ്ടാകാനും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവാനും നാം പാരായണം ചെയ്യേണ്ട ചില ദിക്റുകളും സൂറത്തുകളും മന്ത്രങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ സ്കൂളിലേക്ക് ആദ്യമായി പോകുന്ന സമയത്ത് മക്കളുടെ തലയിൽ നമ്മൾ കൈവെക്കണം. മക്കളുടെ തലയിൽ കൈവെച്ചുകൊണ്ട് നമ്മൾ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യണം. മെൻസസ് ഉള്ള ഉമ്മമാരാണെങ്കിൽ മെൻസസ് ഇല്ലാത്ത സഹോദരിമാരോട് പറയാ, അതല്ലെങ്കിൽ ഉപ്പാനോട് പറയാ, അതല്ലെങ്കിൽ ദിക്റാണ് എന്ന നിലക്ക് ഇത് നമ്മൾ പാരായണം ചെയ്യുക. ഏതാണ് പാരായണം ചെയ്യേണ്ടത്? ഖാല റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇത് തലയിൽ കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം പറയാ. ഖാല റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. രണ്ടാമത് മക്കളോട് നമ്മൾ പറയണം റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. മക്കളെ കൊണ്ട് പറയിപ്പിക്കുക. ഇനി പറയാൻ കഴിയാത്ത മക്കളാണെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചൂതി കൊടുക്കുക. റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. അതോടൊപ്പം തന്നെ സൂറത്തുൽ അഅലയിലെ 6ാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യണം. സനുഖ്രിയുക ഫലാ തൻസാ. എങ്ങനെ? സനുഖ്രിയുക ഫലാ തൻസാ. ഇത് 7 പ്രാവശ്യം പാരായണം ചെയ്ത് മക്കളെ തലയിൽ മന്ത്രിച്ചൂതുക. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മന്ത്രിച്ചൂതി കൊടുക്കാം. അതല്ല നിങ്ങൾ നാളെയാണ് കേൾക്കുന്നതെങ്കിൽ നാളെ മന്ത്രിച്ചൂതി കൊടുക്കാം. ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് നമ്മൾ മന്ത്രിച്ചൂതി കൊടുക്കുക. കഴിയുന്ന ആളുകൾ എല്ലാ ദിവസവും ഇത് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ സൂറത്തുൽ അഅലയിലെ 6ാമത്തെ ആയത്ത് 7 പ്രാവശ്യം ഓതി മന്ത്രിച്ചൂതുക. കഴിയുന്ന ആളുകൾ സൂറത്തുൽ അഅല അഥവാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് മുഴുവനായി പാരായണം ചെയ്തുകൊണ്ട് മക്കൾക്ക് മന്ത്രിച്ചൂതി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് വലിയ ബറക്കത്ത്, വലിയ മാറ്റം നിങ്ങളെ മക്കളിൽ ഉണ്ടാകും. 6ാമത്തെ ആയത്ത് മറക്കരുത്. സനുഖ്രിയുക ഫലാ തൻസാ. ഇത് 7 പ്രാവശ്യം ഓതി മന്ത്രിച്ചൂതുക. സൂറത്തുൽ അഅല മുഴുവൻ ഓതാൻ പറ്റുന്ന ആളുകൾ മുഴുവൻ ഓതി മക്കൾക്ക് മന്ത്രിച്ചൂതി കൊടുക്കുക. അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ പറയുന്ന സൂറത്തു ശറഹ് നിങ്ങൾ മറന്നു പോകരുതേ. സൂറത്തു ശറഹ്
മക്കൾക്ക് പാരായണം ചെയ്യാൻ പഠിപ്പിക്കുകയും മന്ത്രിച്ചൂതി കൊടുക്കുകയും ചെയ്യും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 1-ാം ക്ലാസ്സിൽ LKG UKG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അത് ഓതാൻ പ്രയാസം ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ 7 പ്രാവശ്യം ഓതിയിട്ട് മന്ത്രിച്ചൂതി കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യുക, രാത്രി കിടക്കുന്ന സമയത്ത് 7 പ്രാവശ്യം സൂറത്തു ശറഹ് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചൂതുക. എന്നിട്ട് ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇത് ആത്മീയമായ ചികിത്സയാണ്. മക്കൾക്ക് നല്ല പഠിക്കാനുള്ള കഴിവുണ്ടാകും, ആത്മീയമായ പുരോഗമനം ഉണ്ടാകും, നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാകും. അങ്ങനെ ആക്കിത്തരട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സമയത്തും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിക്കളയൂലാന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം, സുബഹി നിസ്കാരത്തിന്റെ ശേഷമൊക്കെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളുണ്ട്. അത് വളരെ ചുരുക്കി പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഒന്നാമത്തെ കാര്യം സമയക്രമീകരണമാണ്. മക്കൾക്ക് സമയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അഥവാ കൃത്യസമയത്ത് ഉറങ്ങാൻ മക്കളെ പഠിപ്പിക്കണം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ, മദ്രസ തുറന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഏതെങ്കിലും സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് മദ്രസയിലേക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും, സ്കൂളിലേക്ക് പോകാനും പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങാൻ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് എണീക്കാൻ മക്കളെ പഠിപ്പിക്കുക. ഒരു മാസം എല്ലാ ദിവസവും കൃത്യമായി എണീറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി നമ്മളെ മക്കൾ എണീക്കുമെന്നുള്ളതാണ്. അപ്പൊ കൃത്യസമയത്ത് ഉറങ്ങാൻ പഠിപ്പിക്കുക, കൃത്യസമയത്ത് എണീക്കാനും പഠിപ്പിക്കുക. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് ഉറങ്ങാനും എണീക്കാനുമുള്ള നല്ല ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം ഡിജിറ്റലിന്റെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ഉപയോഗം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും മൊബൈൽ ഫോണിന്റെ ചിന്തയായിരിക്കും, ടാബിന്റെ ചിന്തയായിരിക്കും, കമ്പ്യൂട്ടറിന്റെ ചിന്തയായിരിക്കും, TV-യുടെ ചിന്തയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ആ ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതിലൊരു നിയന്ത്രണം കൊടുക്കുക. ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് തീരെ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു തീരുമാനം, കർശനമായ ഒരു കാര്യം മക്കളോട് പറയരുത്. കാരണം ഇത് യന്ത്രത്തിന്റെ ലോകമാണ്. വാട്സപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും TV-യുടെയും ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. യന്ത്രങ്ങൾ ലോകത്തിനെ വാണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല. എന്താണ് മൊബൈൽ എന്ന് അറിയില്ല, എന്താണ് കമ്പ്യൂട്ടർ എന്ന് അറിയില്ല, എന്താണ് ഫേസ്ബുക്ക് എന്ന് അറിയില്ല, എന്താണ് യൂട്യൂബ് എന്ന് അറിയില്ല, എന്താണ് ടാബ് എന്ന് അറിയില്ലെങ്കിൽ നമ്മളെ മക്കൾ പറ്റ പൊട്ടന്മാരായി മാറും. അതുകൊണ്ട് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയന്ത്രണം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്ത് ഉപയോഗിക്കണം, എന്തൊക്കെ മൊബൈൽ ഫോണിൽ കാണണം, എന്തൊക്കെ കാണാൻ പാടില്ല എന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അല്പസമയം മാത്രം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മക്കൾക്ക് സമയം കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളോട് നിങ്ങൾ മൊബൈൽ ഫോൺ കളിക്കാൻ പാടില്ല, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല എന്ന് നമ്മൾ മക്കളോട് പറയാ. എന്നിട്ട് നമ്മൾ മക്കൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിയിരിക്കുക, നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയിരിക്കുക, നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കൂല. മക്കൾ ചോദിക്കും, ഇപ്പൊ ഉമ്മ കാണുന്നതോ, ഉപ്പ കാണുന്നതോ, കാക്കു കാണുന്നതോ, വെല്ലുമ്മ കാണുന്നതോ, വെല്ലുപ്പ കാണുന്നതോ എന്ന് മക്കൾ തിരിച്ചു ചോദിക്കും. അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളായ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മക്കൾ പഠിക്കുന്ന സമയത്ത് ഉമ്മമാരെ അവിടെ ഇരുന്ന് നിങ്ങൾ ഫോൺ വിളിക്കരുത്, അവിടെ ഇരുന്ന് ഇൻസ്റ്റഗ്രാം റീൽസ് കാണരുത്, ഫേസ്ബുക്ക് കളിക്കരുത്, യൂട്യൂബിൽ ഇരുന്ന് ദിക്റും സലാത്തും കാണരുത്. അതിന് വേറെ സമയം കണ്ടെത്തുക. മക്കൾ പഠിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ പഠിക്ക് 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 എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവർക്ക് നമ്മളെ ചോദ്യം ചെയ്യാനുള്ള മനസ്സ് വരും. ഉമ്മ എന്താ കാണുന്നത്, ഉമ്മ എന്താ നോക്കുന്നത്, ഉമ്മാക്ക് തന്നെ പണി എന്നുള്ള ഒരു ചിന്ത മക്കൾക്ക് വരികയും മക്കൾ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ആകയാൽ ഞാൻ പറഞ്ഞത്, ഡിജിറ്റൽ നിയന്ത്രണം എല്ലാ വീട്ടിലും നിർബന്ധമാണ്. അത് മക്കളിൽ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല, എല്ലാവർക്കും ആ നിയന്ത്രണം ഉണ്ടാകണം. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നത് മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല, ഞങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല. എല്ലാവർക്കും അതിന്റെ ഒരു നിയന്ത്രണം നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മൂന്നാമത്തെ കാര്യം, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുക. പഠിക്കുന്ന പുസ്തകത്തിനെ ബഹുമാനിക്കാൻ മക്കളെ പഠിപ്പിക്കണം. മക്കളുണ്ടല്ലേ, സ്കൂളിൽ വന്ന മദ്രസ വന്ന പുസ്തകമൊക്കെ ഒരൊറ്റ ഏറായിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മൾ കണ്ടാൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ പഠിക്കുന്ന പുസ്തകമാണ്, ആ പുസ്തകത്തിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചതൊക്കെ
നീ മറന്നുപോകും, പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടൂല, ജീവിതത്തിൽ നിനക്ക് ഉയരാൻ കഴിയൂല എന്ന് മക്കൾക്ക് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിനെ ബഹുമാനിക്കണം, മദ്രസയിലെ പുസ്തകത്തിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കാനും രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. രക്ഷിതാക്കൾ ഇങ്ങനെ മക്കളുടെ ഇടയിൽ ഇരുന്നിട്ട് ആ ഉസ്താദ് അങ്ങനെയാണ്, ആ ഉസ്താദ് ഇങ്ങനെയാണ്, ആ ടീച്ചർ അങ്ങനെയാണ്, ആ ടീച്ചർ ആരാത് പറയാന് എന്നൊക്കെ മക്കളെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലും അതുണ്ടാകും. ആ മക്കൾ പിന്നെ ഉസ്താദുമാരെയും അധ്യാപകരെയും ടീച്ചർമാരെയും മാഷന്മാരെയും ബഹുമാനിക്കുകയില്ല. അതുകൊണ്ട് അധ്യാപകരെ തരം താഴ്ത്തുന്ന ഒരു സ്വഭാവം, തരം താഴ്ത്തുന്ന സംസാരം മക്കളുടെ ഇടയിൽ ഒരിക്കലും രക്ഷിതാക്കൾ സംസാരിക്കാൻ പാടില്ല. ഇത് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ മക്കൾക്ക് പഠിക്കാൻ നല്ല പ്രോത്സാഹനം നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് ഉസ്താദ് വെരി ഗുഡ് ഇട്ടെടുത്തു, ടീച്ചർ വെരി ഗുഡ് ഇട്ടെടുത്തു, ഫുൾ മാർക്കും ശരിയായി, അതല്ലെങ്കിൽ പകുതി ശരിയായി, ഒന്ന് ശരിയായി കഴിഞ്ഞാൽ മക്കൾക്ക് ചെറിയ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, ഒരു മിഠായി വാങ്ങി കൊടുക്കുക. നിനക്ക് നാളെ ഇതിനേക്കാൾ പഠിക്കാനും നാളെ ഇതിനേക്കാൾ മാർക്ക് കരസ്ഥമാക്കാനും നിനക്ക് കഴിയും. നീ പഠിച്ചാൽ നിനക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയും, നിനക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും മക്കളെ അഭിനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇത് മക്കൾ സ്കൂളിൽ വന്നാൽ, മക്കൾ മദ്രസ ഇട്ട് വന്നാൽ എന്താ പഠിച്ചു നോക്കൂല, അതുപോലെ തന്നെ എന്താണ് പുസ്തകത്തിൽ എഴുതിയ നോക്കൂല, മാർക്ക് എത്രയാണ് കിട്ടിയെന്നും രക്ഷിതാക്കൾ നോക്കൂല. മക്കളും ആ നിലക്കായി മാറും. അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നല്ല പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും മക്കൾക്ക് നൽകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, പഠിക്കാനുള്ള നല്ല അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മക്കൾ മദ്രസയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങൾ പഠിക്കാനുള്ള നല്ല ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകണം. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം മക്കൾക്ക് നിർമ്മിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നല്ല ഒരു അന്തരീക്ഷം, നല്ല ഒരു മേശ, പേന, പുസ്തകം, അതുപോലെ ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, വേണ്ട സൗകര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. ആറാമത്തെ കാര്യം, മക്കൾക്ക് ആരോഗ്യകരമായി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കൊടുക്കരുത്. മക്കളെ ബുദ്ധി കുറക്കുന്ന, മക്കൾക്ക് ആരോഗ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, രോഗങ്ങൾ വരുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കരുത്. നല്ല ഭക്ഷണം കൊടുക്കുകയും ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ ദിക്റുകളും സ്വലാത്തുകളും സൂറത്തുകളും ഓതിക്കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾക്ക് വലിയ വിജയം ഉണ്ടാകും. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് മക്കൾ കാരണം അഭിമാനിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, ബുദ്ധികൂർമ്മതയുള്ള മക്കളാക്കട്ടെ, അദബും സ്നേഹവും അച്ചടക്കവുമുള്ള മക്കളാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.